ഇപ്പോൾ മാറിയ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിക്കഴിഞ്ഞു. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും എസ് വിജയകുമാർ ഓടിച്ചേർന്നു. വിജയകുമാർ, മുഖ്യമന്ത്രി എത്തിയതേ ഉള്ളോ? അദ്ദേഹം എനിക്ക് തോന്നുന്നത് കുറച്ചധികം സമയം കൂടി കഴിയുമല്ലോ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പൊതുദർശനം തുടങ്ങാൻ. അതുവരെ അദ്ദേഹം അവിടെ ഉണ്ടാകുമെന്നാണോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുമ്പ് CPM-ന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോഴും ഓഫീസിൽ തുടരുകയാണ്. VS-ന്റെ ഭൗതിക ശരീരം ഇവിടെ കൊണ്ടുവന്ന് അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി ഇവിടെ നിന്ന് മടങ്ങുക എന്നറിയിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അരമണിക്കൂർ മാത്രമേ ഇവിടെ പൊതുദർശനം എന്ന നിലയിൽ ക്രമീകരണം ഉണ്ടാവുകയുള്ളൂ എന്ന് ഇവിടെയുള്ള പ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ട്. ഈ ഓഫീസിന്, ജില്ലാ കമ്മിറ്റി ഓഫീസിന് പുറത്ത് അങ്ങ് റോഡ് വരെ നീളുന്ന വലിയ 2 നിരയിൽ നീണ്ടു നിൽക്കുന്ന വലിയ ക്യൂ ഉണ്ടായിരുന്നു പ്രവർത്തകരുടെ. അതിൽ ബഹുഭൂരിപക്ഷം പ്രവർത്തകരെയും ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് അവരെ അയച്ചിട്ടുണ്ട്. അവിടെയാണ് കൂടുതൽ സമയം പൊതുദർശനം ഉണ്ടാവുക എന്നറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും പുറക്കാട് കഴിഞ്ഞതേ ഉള്ളൂ വിലാപയാത്ര. ഇനിയും സമയമെടുക്കും അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്താൻ. അതിനുശേഷം അവിടെ നിന്ന് 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞായിരിക്കും ഇവിടേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഉച്ചയാകും ഇവിടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്താൻ എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഒരുപക്ഷെ അതിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകാനേ സാധ്യതയുള്ളൂ. വരുന്ന വഴികളിലൊക്കെ ഇപ്പോഴും രാവിലെ ആയപ്പോഴേക്കും നമ്മൾ കണ്ടതാണ് ഹരിപ്പാട്, അമ്പലപ്പുഴ, പുറക്കാട് ഈ ഭാഗങ്ങളിലൊക്കെ വലിയ തിരക്കാണ്. എല്ലായിടത്തും ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വരുന്ന വഴികളിലൊക്കെ നേരത്തെ ക്രമീകരിച്ച പോയിന്റുകൾക്ക് അപ്പുറത്തേക്ക് കൂടുതൽ സ്ഥലങ്ങളിൽ ആളുകൾ രാവിലെയും കൂട്ടമായി നിൽക്കുന്നുണ്ട് VS-നെ കാണാൻ. അപ്പോൾ അവർക്ക് ഇടയിലൂടെ ആ വിലാപയാത്ര ഒരു പദയാത്ര കണക്കെ വരികയാണ്. നമ്മൾ ഇന്നലെ സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിൽ നിന്ന് ഇറങ്ങി ഏതാണ്ട് തിരുവനന്തപുരം നഗരം കഴിയുന്ന കഴക്കൂട്ടം അല്ലെങ്കിൽ ഉള്ളൂർ ആ ഭാഗം കഴക്കൂട്ടമൊക്കെ എത്തുമ്പോഴും അതൊരു പദയാത്ര പോലെ തന്നെയായിരുന്നു. ആളുകൾ ഈ വിലാപയാത്രയ്ക്കൊപ്പം നടക്കുകയായിരുന്നു. VS-ന്റെ ആ വാഹനത്തിന് ചുറ്റും ആളുകൾ നടക്കുകയായിരുന്നു. ഇന്ന് ആലപ്പുഴയിലേക്ക് ഈ വിലാപയാത്ര കയറിയപ്പോഴും സമാനമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എല്ലായിടത്തും ആളുകൾ ഈ വലിയ വാഹനത്തിന് ചുറ്റും നടക്കുകയാണ്. അപ്പോൾ ഒരു പദയാത്ര കണക്കാണ് ആ വിലാപയാത്ര ആലപ്പുഴയിലെ നഗര വീഥികളിലൂടെ കടന്നു വരുന്നത്. അപ്പോൾ അത് കൂടുതൽ സമയമെടുക്കും ഇവിടേക്ക് എത്താൻ എന്നാണ് ഇപ്പോഴും അവിടെ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഗ്രൗണ്ട് റിപ്പോർട്ടുകളൊക്കെ അങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിട്ടുണ്ട്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട്, മന്ത്രിമാരുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി വിലാപയാത്രയ്ക്കൊപ്പമാണുള്ളത്. അദ്ദേഹം അല്പസമയത്തിനകം ഇവിടേക്ക് എത്തുന്നുണ്ട്. സംസ്ഥാന പ്രധാനപ്പെട്ട മുഴുവൻ CPM നേതാക്കളും മന്ത്രിമാരും ഇവിടെയുണ്ട്. ഒരുപക്ഷെ അന്തിമോപചാരം അർപ്പിക്കും ഇവിടെ എല്ലാവരും ചേർന്ന് VS-ന് അവരുടെ സഹപ്രവർത്തകൻ അന്തിമോപചാരം അർപ്പിക്കും ഈ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എന്നാണ് നമ്മൾ അറിയുന്നത്. അതിനുശേഷമായിരിക്കും റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് വിലാപയാത്രയായി പോകുക. അവിടെ ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന മുഴുവൻ പ്രവർത്തകർക്കും അദ്ദേഹത്തെ അവസാനമായി കാണാൻ അവസരം ഒരുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. എത്ര വൈകിയാലും മുഴുവൻ പ്രവർത്തകർക്കും VS-നെ കാണാം അവിടെ വെച്ച് എന്നാണ് ഈ ജില്ലാ കമ്മിറ്റി നൽകിയിരിക്കുന്ന ഒരു ഉറപ്പ്. അതുകൊണ്ട് അവിടെയാണ് പരമാവധി പ്രവർത്തകരെത്തുക. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് എന്നതാണ് ഒരു പ്രതിസന്ധിയായി തുടരുന്നത്. പക്ഷേ മഴയൊക്കെ അവഗണിച്ചും അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള ജില്ലകളിൽ നിന്ന് വാഹനങ്ങളിലൊക്കെയായി എത്രയോ ലക്ഷക്കണക്കിന് എത്രയോ ആയിരക്കണക്കിന് പ്രവർത്തകർ ഇതിനോടകം ഈ നഗരത്തിൽ വന്നിട്ടുണ്ട്. ആലപ്പുഴയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് അധികം ആളുകൾ ഇതിനോടകം ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കൂടുതലും വടക്കൻ ജില്ലകളിൽ നിന്നുള്ളവരാണ് ഇവിടേക്ക് വന്നത്. ഇപ്പോൾ തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കൊല്ലത്തുമൊക്കെ ഉള്ളവരെക്കാൾ അങ്ങ് വടക്കൻ കേരളത്തിൽ നിന്ന് ഇന്നലെ തൊട്ട് ആളുകൾ ഇവിടേക്ക് എത്തുകയാണ്. വിലാപയാത്രയ്ക്കൊപ്പം തെക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരു വിഭാഗം പ്രവർത്തകർ ഇവിടേക്ക് യാത്ര ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ജനസാഗരമായി ആലപ്പുഴ നഗരം മാറാൻ ഇനിയും ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അത്തരം ചെറുകടലുകൾ ഈ നഗരത്തിന്റെ പല ഭാഗങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതൊരു വലിയ മഹാസമുദ്രമായി റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തുകയാണ്. അതിനുശേഷം അതൊരു വലിയ സമുദ്രമായി വലിയ ചുടുകാടിലേക്ക് നീങ്ങും. അങ്ങനെ ഈ നഗരത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ജനക്കൂട്ടം, ജനസഞ്ചയം, മനുഷ്യ മഹാസമുദ്രം ഇതിനോടകം ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഈ നഗരത്തിൽ VS-നെ അവസാനമായി കാണാൻ എത്തിയവരുടെ ഒരു മഹാസഞ്ചയമായി, ഒരു മഹാസമുദ്രമായി അത് മാറുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാം CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഇവിടെ VS-ന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. ആശുപത്രിയിൽ SUT ആശുപത്രി മുതൽ അല്ലെങ്കിൽ ദർബാർ ഹാളിൽ VS-ന്റെ മകന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ പൊതുദർശനം നടക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ അങ്ങനെ VS-നെ കാണാൻ എത്തിയവരെ കൊണ്ട് നിറഞ്ഞ പകലും രാവുമാണ് ഈ കഴിഞ്ഞ 48 മണിക്കൂർ നമ്മളുടെ മുന്നിലൂടെ പോയത്. അതിന് ഈ പകലും ഒരു അവസാനവുമില്ല. അത് അതേ നിലയിൽ പ്രവർത്തകരുടെ ഒരൊഴുക്ക്, VS-നെ സ്നേഹിക്കുന്നവരുടെ ഒരൊഴുക്ക് ഈ എല്ലാ വേദിയിലേക്കും അല്ലെങ്കിൽ എല്ലാ പോയിന്റുകളിലേക്കും എത്തുകയാണ്. നേരത്തെ തീരുമാനിച്ച
ക്രമീകരിച്ച, അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ 27 പോയിന്റ്, കൊല്ലം ജില്ലയിൽ 16 പോയിന്റ്, ആലപ്പുഴയിൽ 20, അങ്ങനെ ക്രമീകരിച്ചതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. കാരണം അതിനൊക്കെ അപ്പുറത്തേക്ക് വി എസിനെ കാണാനെത്തുന്നവർ റോഡിന് ഇരുവശവും കാത്തുനിന്ന് നേതാവിന് അവസാനമായി ലാൽസലാം ചൊല്ലി വിട നൽകുന്ന അങ്ങനെ ഹൃദയസ്പർശിയായ കാഴ്ചകളായിരുന്നു ഈ യാത്രയെ അനുഗമിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് ആലപ്പുഴയിൽ എത്തുമ്പോൾ അത് കുറെ കൂടി അതിവൈകാരികമാകുകയും ചെയ്യുന്നുണ്ട്. അത്തരം കാഴ്ചകളിലൂടെയാണ് ഈ പകലും നമ്മൾ പോകുന്നത് എന്നത് ഒരു വസ്തുത തന്നെയാണ്.